ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസു വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീനച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചൂര, തെമ്മാൻ എന്നൊക്കെ പറയുന്ന മീനാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മീനൊക്കെ ഇവിടെ നന്നായി ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്ക് മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ മസാല ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ പീസുകൾ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ മീൻ പീസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പം തന്നെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മസാല ഒന്നും മീനിൽ പിടിക്കത്തില്ല. അത് കാരണം കൊണ്ട് ഒരു 2 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഇതൊരു 8 മുതൽ 10 മിനിറ്റ് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് ഒന്ന് ഉണങ്ങി പോവരുത് കേട്ടോ. ഉണങ്ങി പോവാതെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഇവിടെ നല്ല പോലെയൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അതുപോലെ ബാക്കിയുള്ള എല്ലാ മീനുകളും നമുക്കിതുപോലെ കോരിയെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ എല്ലാം അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലുണ്ടല്ലോ, മീൻ ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ബാക്കി ഓയിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരണം. അതുവരെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയും പറയുകയാണ്, എല്ലാത്തിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മീൻ പീസുകളെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇതാ ഇവിടുത്തെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സൊർക്കയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. സൊർക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ഒരല്പം ഉലുവയും കായും കൂടി വറുത്ത് പൊടിച്ചതിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറിൽ വെളിച്ചെണ്ണയുടെ അളവും സൊർക്കയുടെ അളവൊക്കെ കുറവായിരിക്കും കേട്ടോ. കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ അച്ചാറായതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ലീക്കൊന്നായിട്ട് പോകണ്ടല്ലോ എന്ന് കരുതിയാണ് കേട്ടോ. നമ്മളിത് വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ അളവും അതുപോലെ തന്നെ സൊർക്കയുടെ അളവൊക്കെ നമുക്ക് കൂട്ടിക്കൊടുക്കാം കേട്ടോ. സൊർക്ക ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും കൂടി ഒന്ന് നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് ആ ചാറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ആ ചാറൊക്കെ ഒന്ന് മീൻ പീസൊക്കെ ഒന്ന് വലിച്ചെടുക്കും. പിന്നെ ഒരു 2-3 ദിവസം നമ്മളിതൊന്ന് പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ടൊക്കെ ഉപയോഗിക്കാം. എന്നാൽ ഇതിനൊരു 2-3 ദിവസം പുറത്തിരുന്നാലേ കറക്റ്റായിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതവിടെ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.